21/6/26 പ്രഭാത മുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/11/10 മധുബൻ. സ്വപരിവർത്തനത്തിൻ്റെ ഗതി തീവ്രമാക്കി സംസ്കാര സ്വഭാവങ്ങളുടെ സമാപ്തിയുടെ ചടങ്ങ് ആഘോഷിക്കൂ. ഓരോ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും ബ്രഹ്മബാബയെ കോപ്പി ചെയ്യൂ. ഇന്ന് ബാബ്ദാദ എല്ലാവരുടെയും മസ്തകത്തിൽ 3 ഭാഗ്യത്തിൻ്റെ തിളങ്ങുന്ന അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാണ് ബാബയിലൂടെയുള്ള പാലനയുടെ ഭാഗ്യം. രണ്ടാമത്തേതാണ് ശിക്ഷകന്റെ രൂപത്തിൽ ശിക്ഷണങ്ങളുടെ ഭാഗ്യം. മൂന്നാമത്തേതാണ് സദ്ഗുരുവിലൂടെയുള്ള വരദാനങ്ങളുടെ ഭാഗ്യം. 3 ഭാഗ്യങ്ങളും തിളങ്ങുന്നതായി കാണപ്പെടുകയാണ്. ഓരോരുത്തരുടെയും മസ്തകത്തിൽ 3 ഭാഗ്യങ്ങളാൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഭാഗ്യം മറ്റാരുടെയും മസ്തകത്തിൽ തിളങ്ങുന്നതായി കാണപ്പെടുന്നില്ല. എന്നാൽ നിങ്ങളേവരുടെയും മസ്തകം ഭാഗ്യത്താൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തൻ്റെ ഭാഗ്യത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ബാബ്ദാദ കണ്ടത് ഭാഗ്യം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഭാഗ്യത്തിൻ്റെ തിളക്കം എല്ലാവരുടേതും ഒന്നുപോലെയല്ല. ചിലരുടെ തിളക്കം വളരെ തീവ്രമാണ്, ചിലരുടെ തിളക്കം അല്പം കുറവായി കാണപ്പെടുന്നു. പൊതുവെ ബാബ്ദാദ എല്ലാവർക്കും ഒരുമിച്ച് ഒരേപോലെ തന്നെയാണ് ഭാഗ്യം നൽകിയിട്ടുള്ളത്. പഠനവും ഒന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പാലനവും ഒരുപോലെയാണ് നൽകിയിട്ടുള്ളത്. വരദാനവും ഒരുപോലെയാണ് നൽകിയിട്ടുള്ളത്. ആദിരത്നം ആയാലും പിന്നീട് വന്നവർ ആയാലും എല്ലാവർക്കും ഒരേ മുരളിയിലൂടെ തന്നെയാണ് പാലന ലഭിക്കുന്നത്, പഠനം ലഭിക്കുന്നത്. വരദാനവും എല്ലാവർക്കും ഒന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ആദിരത്നങ്ങൾക്ക് വേറെ മുരളി അല്ല, ഒന്ന് തന്നെയാണ്. എന്നാൽ നമ്പർ അനുസരിച്ച് തിളങ്ങുന്ന ഭാഗ്യമാണ് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബാബയുടെ സ്നേഹത്തിൻ്റെ പാലനം എല്ലാവർക്കും ഒരുപോലെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപേ വന്നവരായാലും പിന്നീട് വന്നവരായാലും ഓരോരുത്തരുടെയും വായിൽ നിന്നും എൻ്റെ ബാബ എന്നു തന്നെയാണ് വരുന്നത്. എന്നാൽ ഓരോരുത്തരും തൻ്റെ അധികാരത്തോടെ എൻ്റെ ബാബ എന്ന് പറയുന്നു. ബാബയിൽ നിന്നും സ്നേഹം ലഭിച്ചുവോ എന്ന് ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ലഹരിയോടെ പറയുന്നു, എനിക്കാണ് ബാബയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. എൻ്റെ ബാബ എന്ന് ഹൃദയപൂർവ്വം പറയുന്നവർ എന്താണ് ലഹരിയോടെ പറയുന്നത്? എൻ്റെ സ്നേഹമാണ് ഏറ്റവും കൂടുതൽ എന്ന്. ബാബയുടെ സ്നേഹം ആദ്യം എന്നോടാണ്. കാരണം സ്നേഹം തന്നെയാണ് ബാബയുടെ പാലന. ഈ എൻ്റെ ബാബ എന്ന് അംഗീകരിക്കുന്നതിലൂടെ താങ്കൾ ബാബയുടേതായി മാറി, ബാബ താങ്കളുടേതായി മാറി. ഇന്ന് നിങ്ങളേവരും വന്നിരിക്കുകയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്ലെയിനിലാണല്ലോ വന്നിരിക്കുന്നത്. സ്നേഹമാണ് എല്ലാവരെയും ഇങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടുവന്നത്. എല്ലാവരും സ്നേഹത്തോടെ സുഖമായി എത്തിച്ചേർന്നു. ഈ പരമാത്മാ സ്നേഹം കേവലം ഇപ്പോഴാണ് സംഗമത്തിൽ പ്രാപ്തമാകുന്നത്. ഭാവിയിൽ ദേവാത്മാക്കളുടെ സ്നേഹം പ്രാപ്തമാകുന്നു. എന്നാൽ പരമാത്മാ സ്നേഹം ഈ ഒരു ജന്മത്തിലാണ് പ്രാപ്തമാകുന്നത്. അപ്പോൾ ബാബ്ദാദയും ഇങ്ങനെ പാത്രമായ ആത്മാക്കളെ കണ്ട് എന്താണ് പറയുന്നത്? ആഹാ കുട്ടികളെ, ആഹാ, താങ്കൾ തന്നെയാണ് കോടിയിൽ ചിലരായ പാത്രമായിരിക്കുന്നത്. ഓരോ കൽപ്പത്തിലും താങ്കൾ തന്നെയാണ് പാത്രമാകുന്നത്. ഇങ്ങനെയുള്ള ലഹരി നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഉണ്ടായിരിക്കുന്നുവല്ലോ. താങ്കളുടെ ഹൃദയവും ഈ ഗീതം പാടുകയാണ്. ആഹാ എൻ്റെ ഭാഗ്യം, ഈ ഗീതം പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബാബയ്ക്കും സന്തോഷമുണ്ട്. ഈ എല്ലാ കുട്ടികളും അധികാരിയാണ്.
പരമാത്മാ സ്നേഹത്തിൽ ആരും സ്വയം കുറഞ്ഞവരായി കരുതുന്നില്ല. സ്നേഹത്തിൽ എല്ലാവരും പാസ്സാണ്. ബാബ്ദാദ ചോദിക്കുന്നു, ഏറ്റവും കൂടുതൽ സ്നേഹം ആരുടേതാണ്? അപ്പോൾ ആര് പറയും, നമ്മുടെ സ്നേഹം കുറവൊന്നുമല്ല എന്ന് എല്ലാവരും അറിയുന്നുണ്ട്. ബാബയും പറയുന്നു, സ്നേഹത്തിൻ്റെ സബ്ജക്റ്റിൽ എല്ലാവരും പാസ്സാണ്. അതിനാലാണ് മേരാ ബാബ എന്ന് പറയുന്നത്. എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ ബാബ്ദാദ കണ്ടത് സ്നേഹത്തിൽ എല്ലാവരും പാസ്സാണ്. എന്നാൽ ഇപ്പോൾ സമയമനുസരിച്ച് സ്വപരിവർത്തനത്തിൻ്റെയും ആവശ്യകത ഉണ്ട്. കേവലം സ്വപരിവർത്തനമല്ല, വിശേഷിച്ച് കേൾപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. ഈ സമയം സ്വപരിവർത്തനത്തിൽ വിശേഷിച്ച് സംസ്കാര പരിവർത്തനം, സ്വഭാവ പരിവർത്തനം എന്നിവയുടെ ആവശ്യകതയുണ്ട്. ഇപ്പോൾ സ്വപരിവർത്തനത്തിൻ്റെ ഗതി ഫാസ്റ്റ് ആകണം. ചെയ്യുന്നുമുണ്ട്, അറ്റൻഷനുമുണ്ട്. എന്നാൽ ഗതി ഇപ്പോൾ ഫാസ്റ്റ് ആകേണ്ടത് ആവശ്യമാണ്. ബാബ്ദാദയ്ക്ക് ഓർമ്മയുണ്ട്, മുൻപും ബാബയോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു, പുതുവർഷത്തിൽ സ്വപരിവർത്തനം, സംസ്കാര പരിവർത്തനവും ചെയ്യുക തന്നെ വേണം എന്ന്. പക്ഷേ ബാബ്ദാദ കണ്ടത് എത്രത്തോളം ഫാസ്റ്റ് പുരുഷാർത്ഥമാണോ വേണ്ടത്, അതിൻ്റെ വേഗത ഇനിയും ഫാസ്റ്റ് ആകേണ്ടത് ആവശ്യമാണ്. സംസ്കാര പരിവർത്തനത്തിൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് മനസ്സിലാക്കുന്നത്? സമയമനുസരിച്ച് എത്രത്തോളം ഫാസ്റ്റ് ഗതി ആവശ്യമാണോ അതനുസരിച്ച് ഓരോരുത്തർക്കും തീവ്ര പുരുഷാർത്ഥമുണ്ട് എന്നാണോ അതോ ഉണ്ടാകണം എന്നാണോ? കാരണം സമയമനുസരിച്ച് സമയത്തിൽ പരിവർത്തനം ഫാസ്റ്റായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെയും തീവ്ര പരിവർത്തനം അപ്പോഴേ സംഭവിക്കുകയുള്ളൂ എപ്പോഴാണോ സങ്കൽപ്പിച്ചു നടന്നു എന്നാകുമ്പോൾ. അയഥാർത്ഥ സങ്കല്പം ഈ വിധം സമാപ്തമാകേണ്ടത് ആവശ്യമാണ്. ഏതുപോലെ ഏതെങ്കിലും പേപ്പറിൽ ഒരു ബിന്ദു ഇടൂ, അതിന് എത്ര സമയം വേണം? അയഥാർത്ഥം, അതായത് ആവശ്യമില്ലാത്ത സങ്കല്പത്തിൻ്റെ ഇത്രയും ഫാസ്റ്റായ പരിവർത്തനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ബാബ്ദാദ ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള ഗതി ഉണ്ടാക്കുവാൻ സാധിക്കുമോ? ധൈര്യമുണ്ടോ? ഇപ്പോൾ മുതൽ ഇത്രയും വേഗതയോടെ ബിന്ദു ഇടുവാൻ സാധിക്കും എന്ന് ആര് മനസ്സിലാക്കുന്നുവോ? ധൈര്യമുള്ള കുട്ടികൾക്ക് ബാബയുടെ സഹായമുണ്ട്. അവർ കൈ ഉയർത്തു. ബാബ്ദാദ കുട്ടികളുടെ ദൃഢസങ്കല്പം കണ്ട് ആശംസകൾ നൽകുന്നു. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്, ദൃഢസങ്കല്പത്തിൻ്റെ സങ്കല്പമാണ് ചെയ്യുക തന്നെ വേണം എന്നത്. അപ്പോൾ ഇന്നത്തെ സഭയിൽ എല്ലാവരും ഈ ദൃഢസങ്കല്പം എടുത്തുവല്ലോ. താങ്കൾ കണ്ടു, ദാദിമാർ കണ്ടു, എല്ലാവരും മെജോറിറ്റിയും കൈ ഉയർത്തി. കണ്ടല്ലോ. അപ്പോൾ നാളെ മുതൽ സ്വഭാവ സംസ്കാരങ്ങളുടെ സമാപ്തിയുടെ സെറിമണി ആഘോഷിക്കേണ്ടതാണ്. ആഘോഷിക്കുമോ? ആരാണോ കൈ ഉയർത്തിയത് അവർ കൈ ഉയർത്തു. സെറിമണി ആഘോഷിക്കട്ടെ. ഇതിൻ്റെ സെറിമണി വളരെ ആർഭാടത്തോടെ ആഘോഷിക്കണം. ഏതുപോലെ ധൈര്യത്തിൻ്റെ ലക്ഷ്യം വെച്ചുവോ അതേപോലെ ലക്ഷണവും ധൈര്യത്തിൻ്റേത് വയ്ക്കുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമല്ല. ലക്ഷ്യം തന്നെ ബാബയ്ക്ക് സമാനം ആകുന്നത് ആണ് എന്നിരിക്കെ ഇപ്പോൾ ലക്ഷ്യവും ലക്ഷണവും ഒന്നാക്കി മാറ്റണം. ഫോളോ ബ്രഹ്മ ബാബ. ഏതൊരു സങ്കല്പവും വാക്കും കർമ്മവും ചെയ്യുമ്പോഴും ആദ്യം ബ്രഹ്മ ബാബയുമായി ഒത്തുനോക്കൂ, കോപ്പി ചെയ്യൂ. ലോകത്തിൽ കോപ്പി ചെയ്യുന്നതിന് വിലക്കുണ്ട്. എന്നാൽ ബാബ്ദാദ പറയുന്നു, ബ്രഹ്മ ബാബയെ കോപ്പി ചെയ്യൂ. നിരാകാരനായ ബാബയെക്കുറിച്ചാണെങ്കിൽ പറയും, ആ ഒന്നിന് ദേഹമില്ല. അപ്പോൾ എന്ത് ദേഹബോധമാണ് ഉള്ളത്? പക്ഷേ
ബ്രഹ്മബാബ ദേഹധാരി ആയിരുന്നു. വാസ്തവത്തിൽ നോക്കൂ, താങ്കൾ സറണ്ടറായി. സറണ്ടർ ആകാൻ പോകുന്നവർ കൈ ഉയർത്തു. ആരാണോ സറണ്ടർ അവർ കൈ ഉയർത്തു. സറണ്ടർ ചെയ്തപ്പോൾ എന്ത് സങ്കല്പമാണ് എടുത്തത്? ബാബ, ഈ ശരീരം, മനസ്സ്, ധനം എല്ലാം അങ്ങയുടേതാണ്. ഇങ്ങനെ ചെയ്തുവല്ലോ. ചെയ്തുവോ? ചെയ്തിരുന്നുവോ? ഇതിൽ കൈ ഉയർത്തു. അതിനാൽ ഇപ്പോൾ സറണ്ടർ ചെയ്തു. എൻ്റേതല്ല. ശരീരവും എൻ്റേതല്ല, ധനവും എൻ്റേതല്ല. ഇതുപോലെ ബ്രഹ്മബാബ ബാബയ്ക്ക് സേവനാർത്ഥം ശരീരം നൽകി. അപ്പോൾ ബ്രഹ്മബാബയ്ക്ക് അറിയാമായിരുന്നു, ഈ ശരീരം എൻ്റേതല്ല, സേവാർത്ഥം ഉള്ളതാണ്. അപ്പോൾ എപ്പോഴാണോ താങ്കൾ ശരീരവും മനസ്സും ധനവും മൂന്നും അർപ്പിച്ചത്, അപ്പോൾ താങ്കളുടെ ശരീരം ബാബയുടെ സേവനാർത്ഥം നിമിത്തമാണ്. ഏതുപോലെ ബ്രഹ്മബാബയുടെ ശരീരം സേവനാർത്ഥം ആയിരുന്നു. അപ്പോൾ താങ്കളുടെ ശരീരം താങ്കളുടേതല്ല, സേവാർത്ഥമാണ്. അപ്പോൾ ദേഹാഭിമാനത്തിൻ്റെയും ദേഹബോധത്തിൻ്റെയും ഈ സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കാൻ പാടുണ്ടോ? അഥവാ ഇത് സ്മൃതിയിൽ വയ്ക്കുകയാണെങ്കിൽ, അതായത് ഈ ശരീരം വിശ്വസേവനാർത്ഥം ഉള്ളതാണ്, എൻ്റേതല്ല. ബാബ താങ്കൾക്ക് സേവനാർത്ഥം നൽകിയിരിക്കുകയാണ്. ദേഹബോധവും ദേഹാഭിമാനവും. ദേഹാഭിമാനമാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത്. ദേഹബോധം അതിനേക്കാൾ ലഘുവാണ്. എന്നാൽ രണ്ടും നൽകി കഴിഞ്ഞു എന്നിരിക്കെ ഫോം പൂരിപ്പിക്കുമ്പോൾ എന്താണ് എഴുതുന്നത്? ടീച്ചേഴ്സ് ഫോം പൂരിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ എന്താണ് പൂരിപ്പിക്കുന്നത്? എൻ്റെ ഈ ജീവിതം ഇപ്പോൾ സേവനത്തിന് വേണ്ടി ഉള്ളതാണ് എന്ന്. ആരെല്ലാം ബ്രാഹ്മണരായിരിക്കുന്നുവോ അവരുടെയെല്ലാം ബാബയോടുള്ള വാഗ്ദാനമാണ്, ശരീരവും മനസ്സും ധനവും ബാബയുടേതാണ്, എൻ്റേതല്ല. അപ്പോൾ ഈ ഏതൊരു സംസ്കാരങ്ങളാണോ ഉണ്ടാകുന്നത്, അത് ദേഹബോധത്തിലോ ദേഹാഭിമാനത്തിലോ ആണ് ഉണ്ടാകുന്നത്. അതിനാൽ ഇന്നും സംസ്കാരങ്ങളുടെ സമാപ്തിയുടെ വാഗ്ദാനം ചെയ്തു. കാരണം അത് ബാബയെ പ്രത്യക്ഷമാക്കുന്നതിൽ വിഘ്നമിടുന്നു. എല്ലാവർക്കും ഈ ഒരു ഉന്മേഷമുണ്ട്. അത് ബാബ്ദാദ കേട്ടുകൊണ്ടിരിക്കുന്നു. ബാബയെ പ്രത്യക്ഷമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. ഇപ്പോൾ വരെയും ബ്രഹ്മകുമാരിമാരും ബ്രഹ്മകുമാരന്മാരും പ്രത്യക്ഷം ആയിക്കഴിഞ്ഞു. ഭഗവാനാകുന്ന ബാബ വന്നു കഴിഞ്ഞു എന്ന ബാബയുടെ പ്രത്യക്ഷത ഗുപ്തമാണ്. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ബാബ വന്നു കഴിഞ്ഞു. ഭഗവാനുവാചയാണ്, ബ്രഹ്മകുമാരിമാരുടെ വാക്കുകളല്ല എന്ന പ്രത്യക്ഷ ശബ്ദം വ്യാപിക്കണം. ഇപ്പോൾ ഈ പ്രത്യക്ഷത നടക്കുക തന്നെ വേണം. ഈ സ്വഭാവ സംസ്കാരങ്ങൾ പരിവർത്തനപ്പെടുന്നതിലൂടെ താങ്കൾ ഓരോരുത്തരുടെയും മുഖത്തിൻ്റെയും പെരുമാറ്റത്തിലൂടെയും പ്രത്യക്ഷമാകും. ബാബയെ പ്രത്യക്ഷമാക്കേണ്ടതുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാവരുടെയും കാതുകളിൽ ഈ ശബ്ദം മുഴങ്ങണം, ഭഗവാൻ വന്നു കഴിഞ്ഞു, ബാബ വന്നു കഴിഞ്ഞു. നടക്കണമല്ലോ. കൈ ഉയർത്തു. നടക്കണമോ? നടക്കണമോ? കൈ വളരെ നന്നായി ഉയർത്തി. ബാബ്ദാദയ്ക്ക് സന്തോഷമുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ തീവ്രമായ ആഗ്രഹമുണ്ട്. നടക്കുക തന്നെ വേണം. ഇതിനു വേണ്ടി ഏതുപോലെ നാളെ മുതൽ സംസ്കാര സ്വഭാവങ്ങളെ പരിവർത്തനപ്പെടുത്തുമോ അതേപോലെ അതിനുള്ള ഉപാധിയാണ്. ഏതെല്ലാം ബ്രാഹ്മണരുണ്ടോ ഓരോ ബ്രാഹ്മണരും തൻ്റെ ചാർട്ടിൽ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും വിശേഷ അറ്റൻഷൻ വയ്ക്കേണ്ടതുണ്ട്. ഇതുപോലെ ലോകത്തുള്ളവർക്ക് എത്ര സമയം ശുഭഭാവനയും ശുഭകാമനയും വയ്ക്കാൻ സാധിക്കും എന്ന ജോലി നൽകിയപ്പോൾ അവർക്ക് വയ്ക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത്.
താങ്കൾക്ക് തീർച്ചയായും വയ്ക്കാൻ സാധിക്കും. ഏതെങ്കിലും സമയത്ത് ആരുടെയെങ്കിലും സ്വഭാവ സംസ്കാരത്തെ എതിരിടേണ്ടി വരുന്നത് ആ സമയത്ത് ശുഭഭാവനയും ശുഭകാമനയും ആ ആത്മാവിനെ പ്രതി ഇല്ലാത്തപ്പോഴാണ്. അതിനാൽ താങ്കളും അഥവാ അമൃതവേള മുതൽ ഈ ഒരു സങ്കല്പം എടുക്കുകയാണെങ്കിൽ, അതായത് എനിക്ക് ഓരോ ആത്മാവിനെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും വയ്ക്കുക തന്നെ വേണം എന്ന്, എങ്കിൽ പരിവർത്തനപ്പെടുക തന്നെ വേണം എന്ന ഏതൊരു സങ്കല്പമാണോ എടുത്തത് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ വരും. കാര്യങ്ങളുടെ ജോലിയാണ് വരുക എന്നത്. മായയാണല്ലോ. താങ്കളുടെ ജോലി വിജയം പ്രാപ്തമാക്കുക എന്നതാണ്. അപ്പോൾ നാളെ പരസ്പരം ഗ്രൂപ്പ് ഉണ്ടാക്കി ആരാണോ നിമിത്തമായിരിക്കുന്നവർ അവർ പരസ്പരം ആത്മീയ സംഭാഷണം നടത്തി ഏതൊരു സങ്കല്പമാണോ എടുത്തത് അതിനെ മുന്നോട്ട് പ്രാക്ടിക്കലിൽ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് ആത്മീയ സംഭാഷണം നടത്തണം. ഫിനിഷ്, ബിന്ദു ഇടണം. കൈ ഉയർത്തിയതാണല്ലോ. മുന്നിലുള്ളവർ കൈ ഉയർത്തി. അപ്പോൾ താങ്കൾക്ക് നിമിത്തമാകേണ്ടി വരും. ഏതുപോലെ ബ്രഹ്മബാബയുടെ മുന്നിൽ എത്ര സംസ്കാരങ്ങൾ ഉള്ളവർ ആദ്യമാദ്യം വന്നു. ആദിയിൽ ബ്രഹ്മബാബ എത്ര സംസ്കാരങ്ങളുടെ കളികൾ കണ്ടു. എന്നാൽ ബാബയുടെ സഹയോഗത്തിലൂടെ മുന്നോട്ടു പോയി മറ്റുള്ളവരെയും നയിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ റിസൾട്ടായി ഇന്ന് എത്ര സംഖ്യ ആയിക്കഴിഞ്ഞു. കുലുക്കുന്ന കാര്യങ്ങൾ വന്നിട്ടും അചഞ്ചലമായിരുന്നു. അതിൻ്റെ ഫലമായി എത്ര സെൻറ്റേഴ്സ് തുറന്നു, എത്ര പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കാലത്ത് എത്ര പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിട്ടുണ്ടല്ലോ. ഈ മുഴുവൻ റിസൾട്ടും ബ്രഹ്മബാബയുടെ ധൈര്യമാണ്. ആദ്യം ബ്രഹ്മബാബ ഒറ്റയ്ക്കായിരുന്നു. താങ്കൾ പിന്നീട് വന്നവരാണ്. എന്നാൽ ഒറ്റയ്ക്ക് ധൈര്യം വെച്ച് മുന്നോട്ട് പോയി. റിസൾട്ടിൽ പ്രാക്ടിക്കൽ തെളിവ് സഹചാരികളായ നിങ്ങളെല്ലാവരുമാണ്. അപ്പോൾ ധൈര്യമുണ്ടല്ലോ. ബ്രഹ്മബാബ ഒറ്റയ്ക്ക് ധൈര്യം വെച്ചു. നിങ്ങളാണെങ്കിൽ ധാരാളം സഹചാരികളുണ്ട്. അപ്പോൾ ഫോളോ ഫാദർ. എല്ലാവരും സ്വയം ബ്രഹ്മബാബയുടെ കുട്ടികളായി, സഹചാരികളായ കുട്ടികളായി മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഒരുമിച്ചാണ്, ഒരുമിച്ച് പോകും. ബ്രഹ്മബാബയോടൊപ്പം രാജ്യത്തിൽ വരികയും ചെയ്യും. അതിനാൽ ഇപ്പോൾ സമയമുണ്ട്. ഏതുപോലെ ബ്രഹ്മബാബ ധൈര്യം വച്ചു. റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സംഘടനയിൽ ധൈര്യത്തിൻ്റെ പാദം വയ്ക്കുകയാണെങ്കിൽ എന്താണ് നടക്കാത്തത്? കൽപ്പകൽപ്പങ്ങളിൽ നടന്നിട്ടുണ്ട്, നടക്കുക തന്നെ വേണം. അതിനാൽ ഇപ്പോൾ ബാബ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് കേൾപ്പിച്ചു. കേവലം നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യൂ. ആ ഒരു കാര്യമാണ് സാധാരണ പുരുഷാർത്ഥത്തെ തീവ്ര പുരുഷാർത്ഥത്തിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ബാബ്ദാദ കണ്ടത് ചിലയിടങ്ങളിൽ അലക്ഷ്യം വരുന്നു. നടക്കുക തന്നെ വേണം. വിജയം നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. ഇങ്ങനെ ജ്ഞാനത്തിൻ്റെ കണക്കിൽ നിശ്ചിതമാണ്. എന്നാൽ അലസതയിലും ഇതേ വാക്കുകൾ തന്നെയാണ് വരുന്നത്. നമ്മുടെ വിജയം തീർച്ചയായും ഉണ്ട്, ഉണ്ടായി കഴിഞ്ഞു. ഒരു കാര്യവും തടസ്സപ്പെട്ടിട്ടില്ല. നടക്കുക തന്നെ വേണം. ഒന്നാണ് പുരുഷാർത്ഥത്തിൻ്റെ ഈ വാക്കുകൾ, മറ്റൊന്നാണ് അലക്ഷ്യത്തിൻ്റെതും ഇതേ വാക്കുകളാണ്. ഒരു കാര്യവും തടയപ്പെടാൻ പോകുന്നില്ല, നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് അലക്ഷ്യമാണ്. ഈ സംസ്കാരവും ചെക്ക് ചെയ്യണം. അലക്ഷ്യത്തിൻ്റെ ലക്ഷണം ഇതാണ്. അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ക്ഷീണം കാണപ്പെടും. മുഖത്ത് ആ സന്തോഷത്തിൻ്റെ തിളക്കം കാണപ്പെടുകയില്ല. സേവനത്തിലൂടെ പുണ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖത്ത്
സന്തോഷം ഉണ്ടാകേണ്ടതാണ്. ഏതെങ്കിലും പ്രകാരത്തിലുള്ള ക്ഷീണത്തിൻ്റെ കാരണം ഏതെങ്കിലും കാര്യത്തിലുള്ള അലസതയാണ്. ചെയ്യുക തന്നെ വേണം എന്നിരിക്കെ സന്തോഷത്തോടെ ചെയ്യൂ. താങ്കളുടെ മുഖം സേവനം ചെയ്യട്ടെ, താങ്കളുടെ പെരുമാറ്റം സേവനം ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് മെജോറിറ്റിയുടെയും സംസ്കാരങ്ങളുടെ സമാപ്തിയുടെ കൈകൾ കണ്ട് ബാപ്ദാദ വീണ്ടും വീണ്ടും ആശംസകൾ നൽകുകയാണ്. ശരി, ഈ ഗ്രൂപ്പിൽ ആരാണോ ആദ്യമായി വന്നിരിക്കുന്നത് അവർ എഴുന്നേൽക്കൂ. നോക്കൂ എത്ര പേരുണ്ടെന്ന്. ധാരാളമുണ്ട്. കൈവീശൂ. ആരാണോ ആദ്യമായി വന്നവർ അവർക്ക് തൻ്റെ പിതാവുമായി കണ്ടുമുട്ടിയതിനുള്ള ആശംസകൾ. അപ്പോൾ വിശേഷിച്ച് സമയമനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്കേവർക്കും തീവ്ര പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും. ബാപ്ദാദയ്ക്ക് പറയാനുള്ളത് ഇതാണ്: ആര് തീവ്ര പുരുഷാർത്ഥം ചെയ്യുമോ അയഞ്ഞതല്ല, അവർ ലാസ്റ്റ് സോ ഫാസ്റ്റും ഫാസ്റ്റ് സോ ഫസ്റ്റും ആകും. ഇങ്ങനെയുള്ള അതിശയം ചെയ്യണം. ചാൻസ് ഉണ്ട്. നമ്മളാണെങ്കിൽ അവസാനം വന്നവരാണ് എന്ന് വിചാരിക്കരുത്. പാടില്ല. ഫാസ്റ്റായി പോകാൻ സാധിക്കും. എന്നാൽ ഓരോ സമയവും തീവ്ര പുരുഷാർത്ഥം ചെയ്യുക തന്നെ വേണം. മാറുക തന്നെ വേണം. ചെയ്യാം ചെയ്യാം എന്ന് പറയരുത്. നോക്കാം, ചിന്തിക്കാം, ഇങ്ങനെ ചെയ്യാം ചെയ്യാം എന്ന് പറയരുത്. നല്ലതാണ്. സ്വന്തം വീട്, ദാതാവിൻ്റെ വീട് നല്ലതായി തോന്നിയല്ലോ. എല്ലാ സഹോദരി സഹോദരന്മാരും താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ശരി, ഇപ്പോൾ 4 ഭാഗത്തുമുള്ള ബ്രാഹ്മണരായ കുട്ടികൾ ബാപ്ദാദയുടെ സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ സ്വീകരിച്ചാലും ബാപ്ദാദ അറിയുന്നുണ്ട്. ദൂരെ ഇരുന്നുകൊണ്ടും പല കുട്ടികൾ കണ്ടുകൊണ്ടും ഇരിക്കുന്നു, കൂടിക്കാഴ്ചയും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ 4 ഭാഗത്തുമുള്ള കുട്ടികളോട് ബാപ്ദാദ ഇത് പറയുകയാണ്: ഇപ്പോൾ എല്ലാവരും, മെജോറിറ്റിയും സംസ്കാരം സമാപ്തമാകുന്നതിൽ കൈ ഉയർത്തി. ഇപ്പോൾ നിങ്ങൾ ഏവരും ഒത്തുചേർന്ന് ഒരേ ഒരു സങ്കല്പമാകുന്ന കൈ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒത്തുചേർന്ന് സമാപ്തിയുടെ സമയത്തെ സമീപം കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ സങ്കല്പം എടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 ഭാഗത്തും സമയം പൂർത്തിയാകുമ്പോൾ ബ്രഹ്മബാബയെയും ശിവബാബയെയും 2 പേരെയും പ്രത്യക്ഷമാക്കും. നമ്മുടെ ബാബ വന്നു കഴിഞ്ഞു എന്ന് എല്ലാവരുടെയും മുഖത്തിൽ, നാവിൽ ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകട്ടെ. ഇപ്പോൾ ഈ വർഷത്തിൽ ഈ ദൃഢസങ്കല്പം വയ്ക്കൂ: ബാബയെ പ്രത്യക്ഷമാക്കുക തന്നെ വേണം. പകുതി ജോലി ചെയ്തു കഴിഞ്ഞു. കുട്ടികളെ ബാബ വിശ്വത്തിനു മുന്നിൽ പ്രത്യക്ഷമാക്കി. ഇപ്പോൾ കുട്ടികളുടെ ജോലിയാണ് ഭഗവാൻ വന്നു കഴിഞ്ഞു എന്ന ശബ്ദം വിശ്വത്തിലെ ഓരോരോ കുട്ടിയുടെ അടുക്കലും എത്തിച്ചേരണം. അപ്പോൾ എല്ലാവരെയും കണ്ട് ബാപ്ദാദ ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും ഹൃദയത്തിലെ ഉന്മേഷവും ഉത്സാഹവും സ്നേഹസ്മരണകളും നൽകുകയാണ്. ശരി, സേവനത്തിൻ്റെ ടേൺ കർണാടക സോണിൻ്റേതാണ്. സേവനത്തിൻ്റെ ചാൻസ് എടുക്കുക എന്നാൽ ബാബയുടെ സമീപം വരാനുള്ള ചാൻസ് ലഭിക്കുക എന്നാണ്. നോക്കൂ, സേവനം കാരണം എത്ര പേർക്ക് വരാനുള്ള ചാൻസ് ലഭിക്കുന്നു. സർവരുടെയും ആശീർവാദങ്ങൾ നിമിത്ത ടീച്ചേഴ്സായ താങ്കൾക്ക് ലഭിക്കുന്നു. കാരണം സേവനത്തിൻ്റെ ധൈര്യം വെച്ചു ഇത്രയും പേർക്ക് ചാൻസ് ലഭിക്കുകയും ചെയ്തു. ബാപ്ദാദ കണ്ടു, ആദ്യമായി വന്നിരിക്കുന്ന പുതിയ പുതിയ കുട്ടികൾ ധാരാളമുണ്ട്. ആരാണോ ആദ്യമായി വന്നിരിക്കുന്നത് കർണാടകയിലുള്ളവർ, അവർ കൈ നീട്ടി ഉയർത്തു. ആദ്യമായി ധാരാളം പേർ വന്നിരിക്കുന്നു. നല്ലതാണ്. കർണാടകയുടെ അഭിവൃദ്ധി നല്ലതാണ്. ഇപ്പോൾ ഏതുപോലെ അഭിവൃദ്ധി ഉണ്ടായോ അതേപോലെ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ വിധിയുടെ അലകൾ 4 ഭാഗത്തും വ്യാപിപ്പിക്കൂ. നമ്പർ നേടിയെടുക്കൂ.
സംസ്കാരങ്ങളുടെ സമാപ്തിയുടെ നമ്പർ എടുക്കുവാൻ സാധിക്കുമോ? നമുക്ക് ആദ്യ നമ്പർ നേടാൻ സാധിക്കും എന്നാര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. നല്ലതാണ്. ഇങ്ങനെ പരസ്പരം സംഘടന ഉണ്ടാക്കി പ്രോഗ്രാം തയ്യാറാക്കൂ. എല്ലാവരും ഒന്നാണ്, ഭിന്ന ഭിന്ന സ്ഥാനങ്ങളാണ്, പക്ഷേ ഒന്നാണ്. ഈ അത്ഭുതം ചെയ്തു കാണിക്കൂ. ധൈര്യമുണ്ടോ? ബാബ്ദാദയുടെ അടുക്കൽ സമാചാരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മധുബനിൽ ഓരോ മാസവും തൻ്റെ പരിവർത്തനത്തിൻ്റെ സമാചാരം എഴുതുമല്ലോ. ഓരോ മാസത്തെയും. കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോൾ നമ്പർ 1 കാണിക്കൂ. നല്ലതാണ്. ബാബ്ദാദ കണ്ടു. സേവനം നല്ലതാണ്. ഇപ്പോൾ സംഘടന കാണുവാൻ ആഗ്രഹിക്കുന്നു. എക്സാമ്പിൾ ആകൂ. റെഡിയാണോ? കൈ ഉയർത്തു. താങ്കൾ നോക്കണം, 1 മാസത്തിൽ റിസൾട്ട് വരും. ശരി. വളരെയധികം വിശേഷ സ്നേഹസ്മരണകൾ. വരദാനം. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വിധിയിലൂടെ തൻ്റേതെന്ന ഭാവത്തിൻ്റെ അധികാരം സമാപ്തമാക്കുന്ന സമാന സഹചാരിയായി ഭവിക്കട്ടെ. കൂടെയിരിക്കും, കൂടെ പോകും, ഒരുമിച്ച് രാജ്യം ഭരിക്കും എന്ന ഏതൊരു വാഗ്ദാനമാണോ ഉള്ളത്, ആ വാഗ്ദാനം നിറവേറ്റുവാൻ കഴിയുന്നത് സഹചാരിക്ക് സമാനമാകാൻ കഴിയുമ്പോഴാണ്. സമാനത വരുന്നത് സമർപ്പണതയിലൂടെയാണ്. സർവ്വതും സമർപ്പിച്ചു കഴിഞ്ഞുവെങ്കിൽ തൻ്റെയോ അന്യരുടെയോ അധികാരം സമാപ്തമാകുന്നു. ഏതുവരെ ആരുടെയെങ്കിലും അധികാരമുണ്ടോ അപ്പോൾ സർവസമർപ്പണത്തിൽ കുറവുണ്ട്. അതിനാൽ സമ്മാനമാകുവാൻ സാധിക്കില്ല. അപ്പോൾ കൂടെ ഇരിക്കുന്നതിനും കൂടെ പറക്കുന്നതിനും വേണ്ടി വേഗം സമ്മാനം ആകൂ. സ്ലോഗൻ. തൻ്റെ സമയവും ശ്വാസവും സങ്കല്പവും സഫലമാക്കുന്നത് തന്നെയാണ് സഫലതയുടെ ആധാരം. അവ്യക്ത സൂചന. സദാ ഹർഷിതമായി ഇരിക്കുന്നതിനായി തൻ്റെ നേച്ചർ സരളമാക്കൂ. സഹനശീലരാകൂ. ആര് സരള സ്വഭാവം ഉള്ളവരായിരിക്കുമോ അവരിൽ വിസ്താരത്തെ ഒതുക്കാനുള്ള ശക്തി സ്വതവേ ഉണ്ടായിരിക്കും. സരള സ്വഭാവമുള്ളവർ സർവരുടെയും സഹയോഗിയും സ്നേഹിയും ആയിരിക്കും. എത്രത്തോളം സരള സ്വഭാവം ഉള്ളവർ ആയിരിക്കുമോ അത്രയും മായ എതിരിടുന്നത് കുറവായിരിക്കും. സരള സ്വഭാവമുള്ളവർക്ക് വ്യർത്ഥ സങ്കല്പം നടക്കുന്നില്ല. അവരുടെ സമയവും വ്യർത്ഥമായി പോകുന്നില്ല. അവരുടെ ബുദ്ധി വിശാലവും ദീർഘവീക്ഷണമുള്ളതും ആയിരിക്കും. അതിനാൽ അവരുടെ മുന്നിൽ ഒരു സമസ്യയ്ക്കും എതിരിടുവാൻ കഴിയില്ല. വിശേഷ സൂചന. മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയുടെ യോഗാഭ്യാസം. ഇന്ന് മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ്. എല്ലാ സഹോദരീ സഹോദരന്മാരും സംഘടിത രൂപത്തിൽ ഒത്തൊരുമിച്ച് വൈകിട്ട് 6:30 മുതൽ 7:30 വരെ തൻ്റെ ഫരിഷ്ത സ്വരൂപത്തിലൂടെ അലയുന്ന ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് സുഖശാന്തിയുടെ പവിത്ര കിരണങ്ങൾ നൽകി അവർക്ക് ആശ്രയദാതാവായ പരമാത്മാവാകുന്ന പിതാവിൻ്റെ സ്മൃതി വരുത്തുന്നതിൻ്റെ സേവനം ചെയ്യണം. സ്വർണ്ണ ചുവപ്പാർന്ന ദിവ്യധാമത്തിൽ